ഉച്ചയൂണിന് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയും ഒരു തോരനാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പിയിൽ. ആദ്യത്തെ ചെറുപയർ മുളക് കേട്ടോ, ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. ചെറുപയർ ഇതുപോലെ വേവിച്ചെടുക്കുക. ഇത് ഞാൻ ഓൾറെഡി വേവിച്ചിട്ട് കുറച്ച് ഫ്രിഡ്ജിൽ ചെറുപയർ കറിക്ക് വേവിച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയി. തോരനൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അധികം വേണ്ടല്ലോ, അപ്പോൾ ബാക്കി വന്നത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഫ്രിഡ്ജിലല്ല വെച്ചത്. പിന്നെ ഇതിൻ്റെ അരപ്പ് എന്ന് പറഞ്ഞാൽ തേങ്ങയൊന്നുമല്ല, സവോളയാണ് ഞാൻ എടുത്തേക്കണത്. 2 സവോളയും മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി പൗഡർ ആയിട്ട് ഇടുന്നത്. ഇവിടെ അധികം എരിവ് വേണ്ട, എരിവ് നിങ്ങളുടെ ആവശ്യത്തിന് ഇടാം. പിന്നെ ചെറിയുള്ളിയാണ് കേട്ടോ കൂടുതൽ നല്ലത്. അപ്പോൾ 2 സവോള എന്ന് പറയുമ്പോൾ അതുപോലെ അത്രയും ചെറിയുള്ളി വേണം. അപ്പോൾ ചെറിയുള്ളി നന്നാക്കി എടുക്കാനുള്ള ഒരു മടി ഒക്കെ കൊണ്ട് ഞാൻ 2 സവോള പെട്ടെന്നാക്കാൻ വേണ്ടിയിട്ട് സവോള എടുത്തു. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്നാലും അത് അരച്ചിട്ട് ഈ നമ്മൾ ചെറുപയർ വേവിച്ച് വെച്ചതിലേക്ക് ചേർക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ച ചെറുപയറാണ് കേട്ടോ. അതിലേക്ക് ആ അരപ്പ് ചേർത്തിട്ട്, എൻ്റെ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പിട്ടു നന്നായിട്ട് ഇളക്കിയെടുക്കുക. സവോള ഇങ്ങനെ പച്ചക്കരഞ്ഞതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് മാറുന്ന വരെ നന്നായി തിളച്ചിട്ട് കരിവേപ്പിലയും ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തിളപ്പിച്ചിട്ട് ലാസ്റ്റ് നമ്മൾ ഓഫ് ചെയ്തിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിക്കുക. ഇത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. സൂപ്പറാണ്. ചോറിൻ്റെ കൂടെ മാത്രമല്ല കഞ്ഞിയുടെ കൂടെയും കഴിക്കാം. അത്ര നല്ല ടേസ്റ്റാണ് ഇതിന്. കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. എരിവൊക്കെ ആവശ്യത്തിന് നിങ്ങളുടെ ആവശ്യത്തിന് ഇടാം. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കണം. മുളക് പല സ്ഥലത്ത് പല രീതിയിലാണ്. ഇതിങ്ങനെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൊരു മുളക് ഭയങ്കര ഈസിയാണ്. നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി നമുക്ക് തോരൻ ഏതാണെന്ന് നോക്കാം. കുടപ്പനാണ്, കുടപ്പൻ എന്ന് പറയും, പിന്നെ കൂമ്പെന്നും പറയും. അത് ഞാൻ ഇതുപോലെ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. വട്ടത്തിൽ മുറിച്ചിട്ട് പിന്നെ അത് ചെറുതായി മുറിച്ചെടുത്തു. ഇത് ഞാനുണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ, ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. അതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, ഉപ്പ് ഇട്ട് കൊടുത്തു. വേണമെങ്കിൽ മുളക് പൊടി എരിവ് കൂടുതൽ വേണ്ടവർക്ക് മുളക് പൊടിയും കൂടി ഇതിൻ്റെ കൂട്ടത്തിലിടാം കേട്ടോ. ഞാൻ ഇടുന്നില്ല, അല്ലെങ്കിൽ പച്ചമുളക് ചെറുതായി മുറിച്ചിട്ടിടാം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട്, കാരണം അതിനൊരു കറ പോലെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് മിക്സാക്കി വെക്കും കുറച്ച് നേരം. അപ്പോൾ കുറച്ച് നേരം വയ്ക്കുമ്പോൾ അതിലൊരു വെള്ളം പോലെ വരും. പിന്നെ നമ്മുടെ ചീഞ്ചട്ടി ചൂടാകാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഉള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അതിൽ കടുക് ഇട്ട് കൊടുക്കുക. ഉഴുന്ന് കടിക്കാൻ വേണ്ടി ഓപ്ഷണലാണേ, വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ചുമന്ന മുളക്, കരിവേപ്പില, അതായത് ആ ഉഴുന്നൊന്ന് കളർ മാറി കഴിയുമ്പോൾ കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ചിലർ ഉള്ളിയൊക്കെ ഇടലുണ്ട്. ഇതിലങ്ങനെ ഉള്ളി വേണമെന്ന് തോന്നിയിട്ടില്ല, അതുകൊണ്ട് ഉള്ളിയൊന്നും ഇടലില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സാക്കി വെച്ചല്ലോ മഞ്ഞൾപ്പൊടി ഉപ്പും വെളിച്ചെണ്ണയും കൂടി, അത് എടുത്തിട്ട് വെള്ളമായിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് പിഴിഞ്ഞിട്ട് അതിലേക്ക് ഇടാം. പെട്ടെന്നാവും കേട്ടോ. ഒന്ന് ഇത് അടച്ചു വെച്ചിട്ട് ആവി കയറുമ്പോഴത്തേക്കും ആയിക്കോളും. ജസ്റ്റ് അതിൽ ഉള്ള വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സാക്കിയിട്ടെടുക്കുക. ഇത്രേ ഉള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സാക്കി എടുക്കുക. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള കൂമ്പൊക്കെ നമുക്ക് വാഴയിൽ നിന്ന് കിട്ടുന്നതാണല്ലോ. വാഴ മേടിച്ചതല്ല, അതൊരു വീട്ടിലുണ്ടായത് ഒരാൾ കൊണ്ടു തന്നതാണ്. അപ്പോൾ പിന്നെ വിഷമോ അങ്ങനെയൊന്നുമില്ലല്ലോ, ധൈര്യമായിട്ട് കഴിക്കാം.